പാക് സൈനിക മേധാവി അസീം മുനീർ എവിടെയാണ്? പാക് സൈന്യത്തിൽ അട്ടിമറിയുണ്ടായെന്നും അസീം മുനീറിനെ സ്ഥാനഭ്രഷ്ടനാക്കി ലഫ്റ്റനന്റ് ജനറൽ സാഹിർ ഷംഷാദ് മിർസയെ സൈനിക മേധാവി ആക്കിയെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഇത് സ്ഥിരീകരിച്ച വാർത്തയല്ല. വിഷം പുരട്ടിയ വാക്കുകൾ വമിച്ച് പഹൽഗാമിൽ കൂട്ടക്കുരുതി വഴിയൊരുക്കിയ അസീം മുനീർ ഇന്ത്യയോട് ഏറ്റുമുട്ടി സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ്. രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അസീം മുനീർ പാകിസ്ഥാന്റെ നാശത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അസീം ദുർബലനാകുന്നുവെന്ന വാർത്ത വരുന്നതിനിടെ അദ്ദേഹത്തിന് കൂടുതൽ അധികാരം പാക് സുപ്രീം കോടതി നൽകിയെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. സാധാരണക്കാരുടെ വിചാരണ സൈനിക കോടതികളിൽ നടത്താനുള്ള തീരുമാനത്തിനാണ് പാക് സുപ്രീം കോടതി അംഗീകാരം നൽകിയത്. പാകിസ്ഥാനിലെ ജനാധിപത്യം അടിച്ചമർത്തി വച്ചിരിക്കുന്ന സൈന്യത്തിന് സ്വതന്ത്ര അധികാരം നൽകുന്നതിന് വഴിവെക്കുന്നതാണ് കോടതി തീരുമാനം. സൈനിക കോടതികളിൽ സാധാരണക്കാരെ വിചാരണ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന മുൻവിധിയാണ് കോടതി തള്ളിയത്. ഇതോടെ അസീം മുനീർ കൂടുതൽ കരുത്തനാകും. 2023 മെയ് 8 നടന്ന സൈനിക വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ സൈനിക കോടതി വിചാരണയ്ക്കാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോടെ വഴി തെളിഞ്ഞിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ പോലും കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല. അതിനിടയ്ക്കാണ് പാക് സൈന്യത്തിൽ അട്ടിമറി നടന്നെന്ന വാർത്ത പ്രചരിച്ചത്. അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്തെന്നും അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് സൈനിക കോടതിയുടെ നടപടികൾക്ക് വിധേയനാക്കുമെന്നും സൂചനയുണ്ട്. ജനറൽ സാഹിർ ഷംഷാദ് മിർസ തന്നെയാണ് മുനീറിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ കാരണക്കാരൻ എന്ന് പറയാൻ കഴിയുക ഒരു ഇമാമിന്റെ ഭാഷയിൽ ഏതിലും മതം കലർത്തി സംസാരിക്കുന്ന പാക് സൈനിക മേധാവി അസീം മുനീറാണ്. നിലവിൽ പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനായ ലഫ്റ്റനന്റ് ജനറൽ സാഹിർ ഷംഷാദ് മിർസയെ പുതിയ സൈനിക മേധാവിയാക്കിയെന്നാണ് വാർത്തകൾ പരക്കുന്നത്. 2022 അദ്ദേഹത്തെ CJCSC ചെയർമാനായി നിയോഗിക്കുന്നത്. ഇതിനു മുമ്പ് റാവൽപിണ്ടി നോർത്തേൺ കമാൻഡിന്റെ കമാൻഡറായിരുന്നു. സിദ് റെജിമെന്റിൽ നിന്നുള്ളയാളാണ് ലഫ്റ്റനന്റ് ജനറൽ മിർസ. നിലവിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ രണ്ടാമൻ എന്നാണ് മിർസ അറിയപ്പെട്ടിരുന്നത്. 2021 മുതൽ 2022 വരെ റാവൽപിണ്ടി നോർത്തേൺ കമാൻഡിനെ നയിച്ചു. പാക് പഞ്ചാബിലെ ചാക്വാൾ ജില്ലയിലാണ് മിർസ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമി ക്വാട്ടയിലെ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജ്, പാകിസ്ഥാനിലെ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. 1987 സെപ്റ്റംബർ 10 പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമി കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം പാക് സൈന്യത്തിന്റെ 8ാമത് സിദ് റെജിമെന്റിൽ ചേർന്നു. അതിനുശേഷം പല നേതൃത്വങ്ങളും അദ്ദേഹം വഹിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ അട്ടിമറിയിലൂടെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നത്.